പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ നിലവിലെ എനർജി എന്താണ്? ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ എനർജി 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിന് അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു സഡൻ ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുന്ന എനർജിയിലാണ് നിലവിലുള്ളത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ ഇവിടെ കാണാം. ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങളുടെ മനസ്സ് ശക്തമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് കാണുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിട്ടുള്ള ഒരു നൈറ്റിനെ പോലെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റമായിട്ട്, ഒരു സഡൻ ചേഞ്ച് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം വരാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചതിൽ ഇവിടെ ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ദ വേൾഡ് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിലായിരുന്നു നിങ്ങൾക്ക് അവയർനെസ് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നാൾ നിങ്ങൾ ഇമോഷണലായിട്ട് ചിന്തിച്ചിരുന്നു. ഓക്കെ, നിങ്ങൾ ഒരു വിധത്തിലും നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടോ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ നിങ്ങൾ ഇമോഷണലിൽ മാത്രം കുരുങ്ങിപ്പോയി കിടന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്ക് അവയർനെസ് വന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. പാസ്റ്റിൽ നടന്നതായിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നത്? ഓക്കെ, ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തതോ ആയിട്ടുള്ള കുറ്റങ്ങൾ നിങ്ങളെ ആരോപിച്ച് നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത്. ചില വ്യക്തികൾ ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ മറ്റു ചില വ്യക്തികൾ യാതൊരു തെറ്റും ചെയ്യാതെ അവരെ കുറ്റക്കാരാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5 ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചിരുന്നതായിട്ടുള്ള എനിക്ക് ഗ്രോത്ത് കാണുമെന്ന് വിശ്വസിച്ചിരുന്നതായിട്ടുള്ള പല സാഹചര്യങ്ങളും നമുക്ക് അവസാനം പ്രോബ്ലം സൃഷ്ടിച്ചതായി കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോവുകയോ അതെനിക്ക് താങ്ങും തണലുമാകുമെന്ന് വിശ്വസിച്ചതോ ഒക്കെ നമുക്ക് പിന്നെ പ്രതികൂലമായി തീർന്നിട്ടുണ്ട്. നമ്മളുടെ വേദനകൾ, വിഷമങ്ങളെല്ലാം ഷെയർ ചെയ്തതായിട്ടുള്ള സുഹൃത്തുക്കളാണെങ്കിലും നമുക്ക് എതിരായിട്ട് തീർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു എനർജിയാണ് ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ജഡ്ജ്മെൻറ്റിൻ്റെ രൂപത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ അനുഭവിച്ച കർമ്മയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റ് എന്താണ്? ഓക്കെ, സണ്ണാണ് തരുന്നത്. ഇനി വേറെ എന്ത് വേണം? പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. നിങ്ങൾ സണ്ണായി മാറുന്നു എന്നുള്ള ഒരു എനർജി. ഓക്കെ, ജീവിതത്തിലെ അന്ധകാരങ്ങളെല്ലാം മാറി നിങ്ങൾ ഉദിക്കാൻ പോകുന്നു. എവിടെയാണോ നിങ്ങൾ അസ്തമിച്ചു പോയത്, ആരുടെ മുമ്പിലാണോ നിങ്ങൾ പതറിപ്പോയത്, താഴ്ന്നു പോയത്, വാവിട്ട് കരഞ്ഞു പോയത്, ആ വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾ സൂര്യനെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ടൈം വന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ ടൈം ആയിരിക്കുന്നു. ഉയർത്തെഴുന്നേൽക്കാം, സങ്കടപ്പെട്ടിരിക്കാതെ ഉയർത്തെഴുന്നേൽക്കാം. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഇത് നിങ്ങളുടെ എനർജി തന്നെയാണ്. വിശ്വസിക്കുക, വിശ്വാസമാണ് ഏറ്റവും വലുത്. ഓക്കെ, ആ വിശ്വാസത്തിൽ ഒരിക്കലും നിങ്ങൾ കറ പുരട്ടാതെ അതിൽ മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഉദിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.